ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നമ്മളിൽ പലർക്കും വളരെയധികം ഇഷ്ടമുള്ള മസാല ദോശയാണ്. വളരെ രുചികരമായിട്ടും എന്നാൽ വളരെ എളുപ്പത്തിൽ ചടപടയെന്ന് എങ്ങനെ നല്ലൊരു മസാല ദോശ തയ്യാറാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മസാല ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്നും കൂടി. ഇനി നമ്മുടെ ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുകെല്ലാം നല്ല രീതിക്കൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതുപോലെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി വേണ്ടത് ഒരു 2 വറ്റൽമുളകും കൂടിയാണ്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ എരിവിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് തുടങ്ങട്ടെ. കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല, നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. ഒരല്പസമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാളയെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളാണ്. ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. വളരെ കുറച്ച് മതിയാവും. ഒരു 2 പിഞ്ച് അളവിൽ മാത്രം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മസാലകൾക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ആവശ്യമായിട്ടുണ്ട്. വെള്ളം ഒരുപാട് ചേർക്കരുത്, ഒരല്പം മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് 2 ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ആ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കാവുന്നതാണ്. ഉടച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങ് ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി പാടില്ല. ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിൽ ഉണ്ടാവണം കേട്ടോ. ഉരുളക്കിഴങ്ങെല്ലാം ചേർത്തിട്ട് ഒരല്പസമയം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ദോശത്തവ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ദോശ എങ്ങനെയാണോ ചുടുന്നത്, എണ്ണ പുരട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എണ്ണയും പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ തന്നെ തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും, അതല്ല കുറച്ച് ചെറിയൊരു വട്ടത്തിനാണ് പരത്തി എടുക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും കിട്ടുന്ന ദോശമാവിൻ്റെ റെസിപ്പി കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കണ്ടു നോക്കിയേക്കണം. അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റായിട്ടും കൊടുത്തിരിക്കാം കേട്ടോ. നമ്മുടെ മാവ് ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരല്പം നെയ്യ് പുരട്ടി കൊടുക്കാവുന്നതാണ്. നെയ്യോ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എണ്ണയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ മസാല വെക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ മസാല വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ ഞാനിപ്പോൾ മസാല വെച്ചിട്ടുണ്ട്. കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കാവുന്നതാണ് കേട്ടോ. മസാല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളമായി പോകരുത്. ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ദോശ വന്നിട്ട് ക്രിസ്പിനെസ് ആവാതെ അങ്ങ് പോകും, നല്ല പെട്ടെന്ന് അങ്ങ് സോഫ്റ്റ് ആയി പോകും. അതിൻ്റെ പേര് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഈ ഒരു കട്ടിക്ക് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകിൽ സിലിണ്ടറിൻ്റെ ഷേപ്പിലൊന്ന് റോള് പോലെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതൊന്ന് മടക്കി എടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് മടക്കി എടുക്കാവുന്നേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മസാല ദോശയാണ്. ഇതിൻ്റെ കൂടെ ഇനി പ്രത്യേകിച്ച് സൈഡായിട്ട് ഒന്നും തന്നെ വേണമെന്നില്ല. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു തേങ്ങാ ചമ്മന്തിയും കൂടി മാത്രം മതിയാവും. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.